നമ്മുടെ ക്ഷേത്ര സങ്കല്പത്തിന് എത്ര പഴക്കമുണ്ട്? കൃതയുഗത്തിൽ തന്നെ ഉണ്ടായിരുന്ന ആരാധന അത് തപസ് മാത്രമാണ് എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. അത് കഴിഞ്ഞ് ത്രേതായുഗം വരുമ്പോഴേക്കും ഈ ശൈവ സങ്കല്പത്തിന് പ്രാധാന്യം വന്നു കാണും. അപ്പോൾ ശൈവം വരുമ്പോൾ ഒരു രൂപരഹിതമായ ബിംബത്തിനെ ആരാധിക്കാൻ, അതിനെന്താ കാരണം? മനുഷ്യൻ്റെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവ് കുറഞ്ഞു വരുന്നു. ജനങ്ങൾ വർദ്ധിക്കുമ്പോൾ, ശബ്ദങ്ങൾ വർദ്ധിക്കുമ്പോൾ അതുമായിട്ടുള്ള നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ് കൂടുതലായിട്ട് വരുന്നു. അങ്ങനെ മനസ്സിൻ്റെ കേന്ദ്രീകരണത്തിന് എന്തെങ്കിലും ഒന്ന് വേണം. കാട്ടിൽ പോയിട്ട് തപസ് ചെയ്യുമ്പോൾ മഹർഷിമാർക്ക് വാൽമീകിയാണല്ലോ നമ്മളുടെ ആദിമ മഹർഷിയുടെ, അതിനൊന്നുമില്ല, വെറുതെ കണ്ണടച്ചിരുന്നിട്ട് ഈ പ്രകൃതിയെ മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നു. ആ ഏകാന്തത കിട്ടാതെ വരുമ്പോഴാണ് ത്രേതായുഗത്തിൽ വന്നിട്ട് ഈ ശൈവ സങ്കല്പം വരുന്നത്. പക്ഷെ വാസ്തവത്തിൽ ത്രേതായുഗത്തിലെ ആരാധന അതായിരുന്നില്ല, അഗ്നിയെ ആരാധിക്കുന്നതായിരുന്നു എന്നാണ് ഭാഗവതം പറയുന്നത്. കൃതയുഗത്തിൽ തപസ്സും ത്രേതായുഗത്തിൽ അഗ്നി ആരാധനയും, അത് യജ്ഞങ്ങൾ, പലതരം യജ്ഞങ്ങൾ. അത് കഴിഞ്ഞിട്ട് ദ്വാപര യുഗത്തിൽ ബിംബാരാധനയും എന്ന് പറയുന്നു. കലിയുഗത്തിലാകുമ്പോൾ ബിംബത്തിനെ ആരാധിക്കാനുള്ള ക്ഷമ പോലും മനുഷ്യനുണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് നാമമാത്രമായിട്ടുള്ള നാമം ജപിക്കുന്ന, ഇന്നിപ്പോൾ അത് ലോകത്തിലെ എല്ലാ മതങ്ങളും സ്വീകരിച്ച് കഴിഞ്ഞിട്ടുള്ള സംഗതിയുമാണ്.